തരാമെന്ന് പറഞ്ഞ് 10 ലക്ഷം രൂപ വാങ്ങിച്ചെടുക്കാൻ നോക്കും. കിട്ടുന്നതിൽ പകുതി എനിക്ക് തന്നിട്ട് കൊടുക്കും. ഏതായാലും ഇപ്പൊ ബ്ലാക്ക് മെയിലിംഗ് അവസാനിക്കുമല്ലോ. ഹലോ കൈസ്, അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മി പുതിയ പ്രൊമോല് നമ്മുടെ വാമദേവൻ ഭാര്യയുടെ അടുത്ത് പറയുന്നുണ്ട്, അനന്തുവിനെയും മഹാലക്ഷ്മിയെ ഞാൻ എന്റെ കറവ പശുക്കളാക്കും എന്ന് പറയുകയാണ്. അപ്പൊ ഇത് കേട്ടിട്ട് നമ്മുടെ വാമദേവന്റെ ഭാര്യ പറയുന്നുണ്ട്, എന്നാൽ അവരിപ്പോ തരാമെന്ന് പറഞ്ഞ് 10 ലക്ഷം രൂപ അത് എത്രയും വേഗം പോയി വാങ്ങിച്ചെടുക്കും മനുഷ്യ എന്ന് പറയുകയാണ്. ഇതൊക്കെ പറയുന്നത് നമ്മുടെ ആര് കേൾക്കുന്നുണ്ടാവും? കരുണ വാമദേവനെ കാണാൻ വരുന്ന നേരത്തായിരിക്കും ഇവരുടെ ഈ ചർച്ച. അപ്പൊ നമ്മുടെ കരുണയ്ക്ക് മനസ്സിലാവും ഇതിന്റെ പേരിൽ നമ്മുടെ വാമദേവൻ കുറെ പൈസ മഹാലക്ഷ്മിയുടേതും അനന്തുവിന്റേതും മേടിക്കുന്നുണ്ടെന്ന്. അങ്ങനെ കരുണയുടെ വക ഒരു ബ്ലാക്ക് മെയിൽ എടുത്തിടുക. അതായത് വാമദേവനോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് കിട്ടുന്നതിൽ പകുതി പൈസ എനിക്ക് തന്നോളണം, അല്ലെങ്കിൽ ഞാൻ എല്ലാ സത്യങ്ങളും എല്ലാവരോടും പറയും എന്ന് നമ്മുടെ കരുണ വാമദേവനെ ഭീഷണിപ്പെടുത്തുക കേട്ടോ. അതിനുശേഷം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ മഹാലക്ഷ്മി ഈ കാര്യം, അതായത് വാമദേവൻ തങ്ങളെ ഭീഷണിപ്പെടുത്തി പൈസ മേടിക്കുന്ന കാര്യം കണ്ണനെ അറിയിക്കുകയാണ് ഹോസ്പിറ്റലിൽ വെച്ച്. അപ്പൊ കണ്ണൻ പറയുന്നുണ്ട്, ഇനി ആ ഭീഷണിപ്പെടുത്തലൊക്കെ നിൽക്കുമല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ടേ. ഇങ്ങനെ നമ്മുടെ കണ്ണന്റെ ഭാവവും മട്ടൊക്കെ എപ്പോൾ മാറും എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല അല്ലെ കൂട്ടുകാരെ. നമ്മൾ ഒട്ടും വിചാരിക്കാത്തൊരു കണ്ണനെയാണ് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ നമ്മൾ കണ്ടത്. അപ്പൊ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയില്ല കേട്ടോ. അതിനുശേഷം ഏറ്റവും ലാസ്റ്റ് നമ്മുടെ അനന്തു വാമദേവനെ വന്ന് കാണുന്നുണ്ട്. അതായത് ഈ ബ്ലാക്ക് മെയിലിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമാക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് കേട്ടോ. എന്തായാലും കാത്തിരുന്നതിനെ കാണാട്ടോ. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും. ഹിയർ ഐ ആം ദി മലയാളി സൈനിങ് ഓഫ്.